ಯಾರು? ഞാൻ രതീഷ് ഇരട്ടിക്കുന്ന വരുന്നതാണേ. ഓ വാപ്പാ വാ. ഈ കേളം വൈദ്യര് ആ അതേ അപ്പാ അവരിറന്നു പോയാച്ചേ. ഇറക്കാൻ പോവാനോ? ഇത്രയും സ്വത്തെല്ലാം വെച്ചിട്ടാ? ഓ അതല്ല, അപ്പ 2 വർഷം മുമ്പേ സത്തു പോയാച്ചെന്ന്. ഇപ്പം ഞാനാണ് വൈദ്യര്, ദിൽജിത്ത് വൈദ്യര്. ഇപ്പം കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്. അല്ല ഉനക്ക് എന്നാ വേണോ? ആ എണ്ണ വേണ്ടേ, അതിനെല്ലാം ഇരട്ടിക്കുന്ന ഞാൻ ഇങ്ങോട്ട് വന്നിനേ. ഓ എണ്ണ വേണമാ? ഉനക്ക് എന്നാ പ്രശ്നം? കുറച്ച് കാലമായിട്ട് എൻ്റെ മുടി വല്ലാണ്ട് കൊയ്യുന്നുണ്ട്, പിന്നെ നരയും. ഈ നിങ്ങൾ എണ്ണ വെച്ച് കഴിഞ്ഞാൽ ഈ മുടി കൊഴിച്ചിൽ നരയെല്ലാം മാറുമെന്ന് പറഞ്ഞത് ഉള്ളയാ? ഉങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല? ഇങ്ങ നോക്ക്, മുടി വെട്ടിട്ട് 1 വാരം കൂടായില്ല, ജാസ്തിയാ മുടി വളരുത്. ഒരാഴ്ച കൊണ്ടാ ഇത്രയും മുടിയാ? ആമാ, എനിക്ക് ഈ എണ്ണ വെക്കുന്ന പൈസ മുടി വെട്ടാ കൂടെ തികയില്ല. ഒരാഴ്ച കൊണ്ട് ഇത്രയും വെള്ളം സൂപ്പർ എണ്ണയാണല്ലോ. വെറുതെ ഇത്ര പേരല്ലേ? നമ്മൾ പാരമ്പര്യമായിട്ട് ഈ എണ്ണയെ തേക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ ആർക്കും അറിയില്ലേ? അമ്മ 75 വയസ്സായിട്ട് ഒരു മുടി പോലും നിറച്ചിട്ടില്ലേ. ഇത് കാട്ടൊക്കെ ഉള്ള പോയിട്ട് കരടിയെ പിടിച്ചിട്ട് അതിൻ്റെ നെയ്യ് എടുത്തിട്ടുണ്ടാക്കുന്ന എണ്ണ. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഈ എണ്ണ തേക്കുമ്പോഴേ മുഖത്ത് കയ്യിലൊന്നും ആകെ പാടില്ല, നിറയെ രോമം വന്നിടും. ഇതാരാ? ഇതേ അണ്ണേ. അണ്ണാ മരുന്നെല്ലാം കിടച്ചാച്ചാ? കിടച്ചാച്ച്. അണ്ണനാ? എന്നിട്ട് അവരെ തല ഫുള്ള് നരച്ചിലാണല്ലേ. അണ്ണൻ എണ്ണ തേക്കില്ല? ഓ അത് സ്റ്റൈല്, അത് നരയല്ല. അണ്ണൻ ടൗണിൽ പോയിട്ട് 5000 രൂപ കൊടുത്തിട്ട് നിറപ്പിച്ചത്. അതെയാ? എന്നാ പിന്നെ 2 ബോട്ടിൽ എണ്ണയും കിടക്ക്. അണ്ണാ ഒരു 2 ബോട്ടിൽ എണ്ണ ഇങ്ങടെ 3000 രൂപ കേട്ടോ. ഇതാ പൈസ. என்ன சூடு! 10 காசு உண்டாக்குறதுக்கு என்ன கஷ்டப்பாடு கடவுளே.